TRNT എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം തൊഴിലാളികളെ ആക്രമിക്കാൻ ശ്രമിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് TRNT എസ്റ്റേറ്റിൽ കടമാൻകുളം ഡിവിഷനിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ വനപാലകരെത്തി തുരത്തുന്നതിനിടെയാണ് സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെ 11ഓളം പേർ കൂടി നിന്നിടത്തേക്ക് കാട്ടാനകൾ ഓടി ആക്രമിക്കാൻ എത്തിയത്. കാട്ടാനക്കൂട്ടം വരുന്നത് കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സൂപ്പർവൈസർ ശരത് ഒറ്റപ്ലാക്കലിന് പരിക്കേറ്റു. സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെയാണ് ഓടിയത്. ഇന്ന് TRNTയിലെ കടമാങ്കളം ഡിവിഷനിൽ രാവിലെ കുഞ്ഞുങ്ങളടക്കം ഏതാണ്ട് 25ഓളം ആനകൾ ഈ തൊഴിലാളികൾ ജോലിയെടുക്കുന്ന ഫീൽഡിൽ തമ്പടിച്ച് നിൽക്കുകയും ഫോറസ്റ്റുകാരെ വിളിച്ചതനുസരിച്ച് അവർ രാവിലെ എത്തിയതിന് ശേഷം ആനയെ ഓടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പം അവരുടെ നിർദ്ദേശമനുസരിച്ച് തൊഴിലാളികൾ ഞാനടക്കമുള്ള ആളുകൾ, ഞാനിവിടെ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ്, അപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ ഫോറസ്റ്റുകാരുടെ നിർദ്ദേശമനുസരിച്ച് ഈ പാല് തൂക്കുന്ന വെയ്മൻ സെൻറ്ററിലേക്ക് കൂട്ടമായി മാറി നിൽക്കുകയും ഫോറസ്റ്റുകാർ താഴെ നിന്ന് വെടിവെച്ച് ആനയെ ഓടിക്കുന്ന സമയത്ത് ആന കൂട്ടമായി ഞങ്ങളുടെ നേരെ, ആ വെയ്മൻ സെൻറ്ററിന് നേരെ, അവിടെ നിൽക്കുന്ന ആളുകൾക്ക് നേരെ ഓടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. 25ഓളം ആനകൾ കൂട്ടമായി ഓടി വരികയായിരുന്നു. അപ്പോൾ ഞങ്ങളെ ആക്രമിക്കാനായി വരുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ സ്ത്രീ തൊഴിലാളികൾ, കൂടെയുള്ള സ്ത്രീ തൊഴിലാളികളടക്കമുള്ള ആളുകൾ അവിടുന്ന് ഓടുകയും ഓടി അവിടെ നിന്ന് മാറുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. പലരും സ്ത്രീകളടക്കമുള്ള ആളുകൾ പലരും ഓടി വന്ന് വീഴുന്നൊരു സാഹചര്യമുണ്ടായി. അവർക്ക് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥയുണ്ടായി. ഞാൻ ഓടി എൻ്റെ കാലിൻ്റെ മുട്ടിന് പരിക്കേറ്റു. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്തുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ ഇങ്ങനെ ഒരു വിഷയങ്ങളുണ്ട്. പക്ഷേ ശാശ്വതമായൊരു പരിഹാരം, ഇപ്പോൾ ഫോറസ്റ്റുകാർ ആനയെ കാണുമ്പോൾ വിളിക്കും, അവർ വരും, ഓടിക്കും, ആന കയറിപ്പോവും. അതൊരു ശാശ്വതമായ പരിഹാരമല്ല, താൽക്കാലികമായൊരു ആശ്വാസം എന്നതല്ലാതെ താൽക്കാലികമായ ആശ്വാസത്തിനപ്പുറം ഒരു ശാശ്വതമായ പരിഹാരം നിലവിലുണ്ടാകുന്നില്ല. വർഷങ്ങളായിട്ട് ഇവിടെ ആനയുടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക. മുമ്പ് കമ്പിവേലികൾ സ്ഥാപിക്കാമെന്ന MLAയുടെ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ഇപ്പോഴും അതിൻ്റെ ഒന്നും പരിണിത ഫലത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ശാശ്വതമായൊരു പരിഹാരമാണ് ഞങ്ങൾക്ക് ആവശ്യം. കാരണം നേരത്തെയൊക്കെ ആന എവിടെയെങ്കിലുമൊക്കെ കാണുമെന്നല്ലാതെ, അതിലേതിലെയൊക്കെ പോകുന്നത് കാണുമെന്നല്ലാതെ ആളുകൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിക്കൊണ്ടിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെന്നാപ്പാറത്താഴെ വെച്ച് എൻ്റെ മകനടക്കം വരുന്ന സ്കൂൾ വാഹനത്തിന് നേരെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. അപ്പം ഇപ്പോൾ മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ആനകൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. കാരണം ഒരു അപകടമുണ്ടായി അല്ലെങ്കിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായതിനു ശേഷം ആളുകൾ വരികയോ അല്ലെങ്കിൽ മന്ത്രിമാരെത്തുകയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും നടപടിയെടുക്കുകയോ ചെയ്തതുകൊണ്ട് കാര്യമില്ല. ആദ്യമായി ഈ ആനകളെ ഇവിടുന്ന് തുരത്തി ഓടിച്ച് കമ്പിവേലികൾ സ്ഥാപിക്കുകയോ കിടങ്ങുകൾ എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന പരിപാടിയിലേക്ക് നീങ്ങണം. ഒരു സൂപ്പർവൈസറും 10ഓളം തൊഴിലാളികളുമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ആനയെ തുരത്തുന്നതിന് മുന്നോടിയായി വനപാലകർ എസ്റ്റേറ്റിൽ പണിയെടുത്തിരുന്ന തൊഴിലാളികളെ റബ്ബർ പാൽ അളക്കുന്ന കേന്ദ്രത്തിലേക്ക് മാറ്റി നിർത്തിയിരുന്നു. ഈ ഭാഗത്തേക്കാണ് കാട്ടാനക്കൂട്ടം ഓടിയെത്തിയത്. കാട്ടാനക്കൂട്ടം എസ്റ്റേറ്റ് മേഖലയിൽ തമ്പടിച്ചതോടെ തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളുടെ സമീപം വരെയാണ് കാട്ടാനകൾ എത്തുന്നത്. ഇതോടെ ജീവൻ പണയം വെച്ചാണ് ഓരോ ദിനം തൊഴിലാളികൾ കഴിച്ചു കൂട്ടുന്നത്. കാട്ടാനകളെ കാട് കയറ്റുവാൻ ശാശ്വത പരിഹാരം വേണമെന്ന് പ്രദേശവാസികളുടെ ആവശ്യം.